ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂന്നാം ബദൽ രൂപീകരിക്കാനുള്ള ഇടത്, ജനതാദൾ, അണ്ണാ DMK സംഘടനകളുടെ ചർച്ച പൊതുകാര്യങ്ങളിൽ ധാരണയിലെത്തിയതായാണ് സൂചനകൾ. ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ 11 സംഘടനകൾ പങ്കെടുത്തു. മൂന്നാം മുന്നണി ഔപചാരികമായി രൂപം കൊള്ളുന്നതുവരെ കോൺഗ്രസിനും BJPക്കുമെതിരെ പാർലമെന്റിൽ പ്രത്യേക ചേരിയായി നിലയുറപ്പിക്കാനാണ് ഈ സംഘടനകളുടെ തീരുമാനം. കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന താൽക്കത്തോറ റാലിയിൽ പങ്കെടുത്ത മുഴുവൻ സംഘടനകളും പുതിയ ചേരിയിലുണ്ടാവും. കോൺഗ്രസിനും BJPക്കുമെതിരെ സഭയിൽ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുമെന്നും ജനവിരുദ്ധ തീരുമാനങ്ങൾ കൂട്ടായി എതിർക്കുമെന്നും ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയും ശരത് യാദവും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. In the parliament, we will all function as coordinate our efforts to function that our primacy would be to raise issues that are affecting the people very, very grievously. സമാജ്വാദി പാർട്ടി, JDU, അണ്ണാ DMK, CPM, CPI, AGP, ബിജു ജനതാദൾ, ജാർഖണ്ഡ് വികാസ് മോർച്ച മുതലായവയാണ് ചേരിയിലെ പ്രമുഖ സംഘടനകൾ. ഫെബ്രുവരി 9-നോ 10-നോ വീണ്ടും യോഗം ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ മുന്നണി പ്രഖ്യാപിക്കുന്ന കാര്യം അന്തിമമായി തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. മീഡിയ 1 ന്യൂഡൽഹി.